ശ്രീ ജോൺ ബ്രിട്ടാസ്, സ്ഥിരമായ തടസ്സങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുള്ള പൊതുവിശ്വാസം ക്രമാനുഗതമായി ഇല്ലാതാക്കുന്നു എന്നാണ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ഈ തുടർച്ചയായി സഭകൾ തടസ്സപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഈ നിലയിൽ അസ്വാഭാവികമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയതിനും വളരെ കുറഞ്ഞ മണിക്കൂറുകളിൽ മാത്രം സഭയുടെ ബിസിനസ് നടത്താൻ ഇടവരുത്തിയതിനും യഥാർത്ഥ കാരണക്കാർ ആരാണ്? എന്തുകൊണ്ടാണ് സഭ ഈ വിധത്തിൽ അലങ്കോലപ്പെട്ടത്? നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഭരണകക്ഷി പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരാഴ്ച ഈ സമ്മേളനത്തിന്, ശൈത്യകാല സമ്മേളനത്തിന് ഒരാഴ്ച ജോർജ് സോറോസ് എന്നുള്ള പേരുയർത്തിക്കൊണ്ട് കേന്ദ്ര ഭരണകക്ഷി പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചു. ആ സമയത്തൊന്നും നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇതുപോലുള്ളൊരു സാരോപദേശം ഞങ്ങൾക്കോ രാഷ്ട്രത്തിനോ നൽകിയില്ല. ഭരിക്കാൻ വേണ്ടിയിട്ടാണ് BJP തിരഞ്ഞെടുത്തത് എങ്കിൽ അവർ ഭരിക്കണം. പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്, കർത്തവ്യമാണ് പ്രതിഷേധിക്കുക എന്നുള്ളത്. പക്ഷേ ഭരിച്ചാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശവും വേണം എന്ന് ശാഠ്യം പിടിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ ഈ പ്രതിസന്ധി. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ അമിത്ഷാ രാജ്യസഭയെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈവിട്ട വാക്കുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ എത്ര ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയാണ് അദ്ദേഹം രാജ്യസഭയെ അഭിസംബോധന ചെയ്തത്. ഒരു സമയം തന്നെ അദ്ദേഹം പറയുന്നു കോൺഗ്രസ് അംബേദ്കറെ കൈയൊഴിഞ്ഞു എന്ന് പറയുന്നു. മറുവശത്ത് അംബേദ്കർ എന്ന് പറയുന്നത് ഫാഷനായിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ അംബേദ്കർ എന്നിങ്ങനെ മന്ത്രം പോലെ ജപിച്ചിരുന്നെങ്കിൽ നിങ്ങൾ 7 ജന്മത്തിലും സ്വർഗത്തിലെത്തിയനെയുമെന്ന്. യഥാർത്ഥത്തിൽ അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, പരുവപ്പെടുത്തി തങ്ങളുടെ ആളാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി 80കൾക്ക് ശേഷം RSS ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമിത്ഷയുടെ മനസ്സിൽ അംബേദ്കർ പ്രദാനം ചെയ്യുന്ന ആശയത്തോടുള്ള വെറുപ്പും വിദ്വേഷവും അദ്ദേഹം അറിയാതെ പുറത്തേക്ക് വന്നു. അതാണ് യഥാർത്ഥ പ്രതിസന്ധി. അംബേദ്കറിനെ പോലെ സർവാധരണീയനായ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ അദ്ദേഹത്തെ അപമാനിച്ചതിന് യഥാർത്ഥത്തിൽ അമിത്ഷാ പാർലമെൻറ്റിൽ വന്ന് ഒരു ഖേദപ്രകടനം, ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിക്ക് അയവുണ്ടാകുമായിരുന്നു. അദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തുകയും തൻ്റെ സ്വന്തം വാക്കുകൾ എക്സ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊടുക്കുന്നതിനെ വിലക്കാൻ വേണ്ടിയിട്ട് എലോൺ മസ്കിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് പോസ്റ്റ് ചെയ്തവർക്ക് നോട്ടീസ് നൽകുന്ന രീതിയിലേക്ക് വന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും കൂടി പങ്കെടുക്കുന്ന സർഗാത്മകമായ ഒരു സംവാദമാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു സംവാദത്തിൻ്റെ ഇടം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഒരു കാര്യം കൂടി ഞാൻ പറയും. അതായത് കഴിഞ്ഞ കുറേ കാലമായി BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അവരെ എതിർത്തിരുന്ന BJPയുടെ പ്രത്യയശാസ്ത്രത്തെ ശക്തമായി പ്രതിരോധിച്ചിരുന്ന വ്യക്തികളെയൊക്കെ തങ്ങളുടെ പക്ഷത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. എന്തിനേറെ സർദാർ പട്ടേലിൻ്റെ ഒരു പ്രതിമ നിർമ്മിച്ച് പട്ടേൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആളാണെന്ന് അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഗാന്ധിവധത്തിന് ശേഷം RSSനെ നിരോധിച്ച വ്യക്തിയാണ് പട്ടേലെന്ന് നമ്മൾ വിസ്മരിക്കരുത്. സവാർക്കറിനെ കേസിൽ പ്രതിയാക്കിയപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് RSS നേതൃത്വം കത്തെഴുതിയപ്പോൾ യഥാർത്ഥത്തിൽ അല്ല, എന്തെങ്കിലും കാരണമില്ലാതെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് സിംലയിലിരുന്ന് മറുപടി അയച്ച ആളാണ് സർദാർ പട്ടേൽ. ആ പട്ടേൽ സംഘടന സ്വന്തം ആളാണ് എന്ന് പറയുന്നു. അതിനുശേഷം വിവേകാനന്ദൻ, അതിനുശേഷം അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത് ഞങ്ങളല്ലേ, കോൺഗ്രസ് അല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ പാർലമെൻറ്റിൽ അമിത്ഷാ ആക്രോശിച്ചു. യഥാർത്ഥത്തിൽ അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത് ആരാണ്? 1990 VP സിംഗ് ഗവൺമെൻറ്റല്ലേ ഭാരതരത്ന കൊടുത്തത്. ആ ഭാരതരത്ന കൊടുത്ത VP സിംഗ് ഗവൺമെൻറ്റിനെ അദ്ദേഹം മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കി എന്നുള്ള പേരിൽ അട്ടിമറിച്ചത് BJP അല്ലേ? അപ്പോൾ അംബേദ്കറിന് ഭാരതരത്ന നൽകിയ ആ ഗവൺമെൻറ്റിനെ ഭരിക്കാൻ അനുവദിക്കാത്ത BJP ഇപ്പോൾ പറയുകയാണ് ഞങ്ങളല്ലേ ഭാരതരത്ന നൽകിയെന്ന്. ഇങ്ങനെ ചരിത്രത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് ഇതുപോലുള്ള ഇതിഹാസ പുരുഷന്മാരെ ചേർത്ത് നിർത്താൻ വേണ്ടി BJP ശ്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സത്യം പുറത്തേക്ക് വരും.
അത്തരത്തിലുള്ള ഒരു വേളയാണ് യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ സംഭവിച്ചത്. ഒറ്റ കാര്യം കൂടി, യഥാർത്ഥത്തിൽ ആ ചർച്ചയ്ക്ക് ഭരണഘടനയുടെ 75 വർഷത്തെ സുവർണ പ്രയാണത്തെക്കുറിച്ചുള്ള രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടത് ആരായിരുന്നു? പ്രധാനമന്ത്രിയല്ലേ? ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ആ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിൽ നിന്ന് മാറി നിന്ന് തൻ്റെ അനന്തരാവകാശി അമിത്ഷയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മറുപടി പറയാൻ വേണ്ടിയിട്ട് രാജ്യസഭയിലേക്ക് പറഞ്ഞയച്ചത്. ക്യാബിനറ്റ് മന്ത്രിമാരെയൊക്കെ ഇടതും വലതും ഇരുത്തിക്കൊണ്ട് അദ്ദേഹം മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ഘോഷമായിട്ട് സംസാരിച്ചു. ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു മഹാപ്രളയമാണ് യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ സൃഷ്ടിച്ചത്. അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് വന്ന് ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായ മല്ലികാർജുൻ ഖാർഗെയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ആക്രോശിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സഭ നടുങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പെരുമാറേണ്ടതെന്ന് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിച്ചു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇതുപോലുള്ള ധാർഷ്ട്യവും ധിക്കാരവും വിളമ്പുമ്പോൾ മനസ്സിലുള്ള സത്യം ഇടയ്ക്ക് പുറത്തേക്ക് വരും. അതാണ് ഇന്ന് അമിത്ഷായെ വരിഞ്ഞു മുറുക്കുന്നത്, BJPയെ വരിഞ്ഞു മുറുക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു സാമാന്യ മര്യാദ, മാപ്പ് പറയുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഹിതകരമല്ലാത്തൊരു കാര്യമൊന്നുമല്ല. ജനാധിപത്യ സംവിധാനത്തിൽ എത്രയോ ഭരണാധികാരികൾ എത്രയോ തവണ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അംബേദ്കറിൻ്റെ സ്മരണയോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആദരവുണ്ട് എങ്കിൽ അംബേദ്കറിൻ്റെ നിയമസംഹിതകളോട് അംബേദ്കർ എന്നുള്ള വ്യക്തിയെ മാനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വരി മാപ്പ് അദ്ദേഹം ഈ വൈകിയ വേളയിലെങ്കിലും പറയണം. ഇനി അദ്ദേഹത്തിന് പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വക്താവായിട്ട് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹിതനെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിഷയത്തിൽ ഒരയവുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.